പ്രിയപ്പെട്ടവരെ, അപ്പം എല്ലാവർക്കും നമസ്കാരം. വേറൊന്നല്ല, ഞാനിങ്ങനെ കുറേ കാലമായി വിചാരിക്കുന്നു നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നിർത്തി. ആക്ച്വലി ഇപ്പോൾ കാലിനും കയ്യിനൊന്നും ഒന്നും ചെയ്യണില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, എല്ലാവരും ചെയ്യണ പോലെ ഒരു സൈക്കിൾ അങ്ങോട്ട് മേടിച്ചു. വേറൊന്നല്ല, ഇനിയിപ്പോൾ കാലത്ത് അറ്റ്ലീസ്റ്റ് ഇതേങ്കിലും ചവിട്ടി നടക്കാം എന്നുള്ളതാണ് എൻ്റെ പ്ലാന്. ആക്ച്വലി ഗോപ്രോനോട് ചോദിച്ചു തുടങ്ങി, അല്ല മുതലാളി നമുക്ക് പണിയൊന്നും ഇല്ലേന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മെല്ലെ കുറച്ച് തൊപ്പിയെടുക്കാമെന്ന്. നോക്കിയപ്പോൾ അതിലൊരു സ്റ്റിക്ക് ചെയ്യാനുള്ള സാധനം ഉണ്ട്. ഈ സാധനം ഇങ്ങനെ മേലെ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ മേലെ തലയിൽ ഈ സാധനം വെച്ചിട്ട് വെറുതെ ഒന്നും ചവിട്ടി വെക്കാന്നുള്ള രീതിയിലാണ്. കാരണം ഇത് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാത്ത ക്യാമറ ഒക്കെയാണ്, എന്താ പറയുക, സ്റ്റെബിലൈസേഷനൊക്കെ ഉള്ള ക്യാമറയാണ്. ശരിക്കും ഡ്രൈവേഴ്സാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു സൈക്കിളും ഇനി ഇതിങ്ങനെ തലയിൽ വെച്ചിട്ട് നടക്കാം. ഇങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്ത് ചെറിയൊരു ജീവിതം. ഇതാണ് ലുക്ക്, വേറൊന്നുമില്ല. കുറച്ച് റൈഡും കാര്യങ്ങളും കാണിക്കുക, അത്ര തന്നെ. നമുക്ക് തൽക്കാലം പുറത്തെങ്ങാനും പോയി ചായ പിടിച്ചിട്ട് വരാം. മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ നിൽക്കുന്ന സ്ഥലം കരാമയാണ്. കരാമ, ഇതാണ് കരാമ ഫിഷ് മാർക്കറ്റ്. ഫ്രീ റോഡാണ്. കാലത്ത് 8 മണിയാണ്, പക്ഷേ സൺഡേ ആണ്, അപ്പോൾ അധികാരം ഇല്ല റോട്ടിൽ. ഇത് ആക്ച്വലി സൈക്കിൾ ഓടിക്കാൻ പറ്റിയ റോഡാണ്. വെയിലുണ്ട് ചെറുതായിട്ട്. നാളോട്ട് കുറച്ചുകൂടി നേരത്തെ ആക്കണം. വർക്കിംഗ് ഡേ അല്ല, 8 മണിക്ക് പണിക്ക് പോണേ. ഇന്നിപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആക്കി. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്നലെ വന്ന് കിടന്നപ്പോഴും കുറച്ച് നേരം വൈകിയായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ലതാ, കാലിന് ആക്ച്വലി നല്ല വർക്കൗട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ACLൻ്റെ റിക്കവറി സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ചെയ്തു തരുന്ന ഒരു കാര്യം സൈക്ലിങ്ങാണ്, ജിമ്മിൽ പോയിട്ട്. അപ്പോൾ ആ സാധനം നമുക്ക് വീട്ടിൽ ചെയ്തുകൂടെ? ഇവിടെ ഓണാഘോഷങ്ങളൊന്നും തീർന്നിട്ടില്ല. ആൾക്കാരിങ്ങനെ മുണ്ടെടുത്ത് സൈഡിലൊക്കെ നടക്കുന്നുണ്ട്. സൈഡ് പിടിച്ച് പോകണം നമുക്ക് നല്ലത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ആഫ്രിക്കൻ ഈസ്റ്റേൺ. മദ്യപാനികൾക്കറിയാം, എനിക്കറിയില്ല, പക്ഷെ മദ്യപാനികൾക്കൊക്കെ അറിയാം. നമുക്ക് തൽക്കാലം ഏരാപത്തിൽ പോയി ഒരു ചായ കുടിക്കാം. കാം ആൻഡ് കൈറ്റ് ദുബായ് ആണ്, കാം ആൻഡ് കൈറ്റ് ദുബായ്. തൽക്കാലം നമുക്ക് കുറച്ച് ഓഫ് റോഡ് ആവാം. ഇത് അവിടുന്ന് അങ്ങോട്ട് എളുപ്പമല്ല. ഇതാ ബസ്, ഞങ്ങളുടെ ബസ്. ഇതിപ്പോൾ അങ്ങോട്ട് പോണ ഗോൾഡ് സൂക്ക്. കാലത്ത് കളിക്കാനൊക്കെ ഇതിൽ പോകാറുണ്ട്. ഏരമ എത്തി, ഏരമ. ഒരു ചായ ഫൂട്ടേജ് ഒന്ന് നോക്കട്ടെ. പാർസല് ഏട്ടാ, ഇതാ പൈസ. താങ്ക് യു. ഞാൻ ദുബായിൽ ബാച്ചിലറായിട്ട് വന്നപ്പോൾ ആദ്യം താമസിച്ചിരുന്ന ഈ റൂമിലാണ്, ബ്ലോക്ക് ജെ. ഇവിടെയാണ് ഞാൻ വന്ന് കയറിയത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നല്ല ചൂട് കാറ്റൊക്കെ കൊണ്ട് ജൂലൈയിലാണ് വന്നത്. അപ്പോൾ ഞാൻ വന്നിറങ്ങി കയറി ഞാൻ താമസിച്ചത് ഈ റൂമിലാണ്, ബ്ലോക്ക് ജെ, സെക്കൻഡ് ഫ്ലോർ, റൂം നമ്പർ 18. ഇപ്പോൾ 18 എൻ്റെ ലക്കി നമ്പർ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഇതന്നെ സമയം, കറക്റ്റ് നമ്മൾ വരുന്ന സമയത്ത് ദുബായിൽ നമ്മൾ നിൽക്കണ റൂമിൻ്റെ നമ്പർ 18. അപ്പോൾ ഞാൻ കറക്റ്റ് സ്ഥലത്താണ് വന്ന് പെട്ടെന്ന് വിചാരിച്ചു. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ റൂമിൽ ഞങ്ങൾ ആ ടൈമിൽ ഒരു കൊല്ലം നിന്നുള്ളൂ. റൂം മാറിക്കൊണ്ടിരിക്കും ദുബായിൽ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമ്മൾ റൂമുകൾ ചിലപ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ബാച്ചലർ എന്ന നിലയിൽ ഞാൻ 3 റൂം മാറി. പക്ഷെ ചിലവരൊക്കെ ഒരു 5 റൂം 6 റൂമൊക്കെ മാറും. അത് അവിടെ ഒരു റിയാലിറ്റിയാണ്. റൂമുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആളുകൾ മാറണതാണ് ബുദ്ധിമുട്ട്. പക്ഷെ ഞാൻ ആയ റൂമിൽ ഞാൻ ആക്ച്വലി ആളുകൾ 2 തവണ മാറിയിട്ടുള്ളൂ. എൻ്റെ സർജറിക്ക് നാട്ടിൽ പോണ വരെ, അതായത് കഷ്ടി ഒരു 4 കൊല്ലം ഞാൻ ഇവരുടെ റൂമിലായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് നേരെ ആ സൈഡിൽ ഹംദാൻ കോളനിക്ക് പോയി, അവിടെ കുറച്ച് നേരം താമസിച്ചു. പിന്നെ ഇപ്പം തിരിച്ച് ഞാൻ ബാച്ചിലറായിട്ട് ഈ നേരെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പിന്നിലത്തെ ബിൽഡിങ്ങിൽ വന്നു. അപ്പോൾ ആൾക്കാർ മാറി, വേറെ ടീമായി. ഏയ് മാൻ, നമ്മുടെ ഫ്രണ്ടാ. കരാമേൽ മൊത്തം ഫ്രണ്ട്സാ, നമ്മുടെ എല്ലാവരും ഇവിടെ ആൾക്കാരാ. ഇവിടെ കരാമേൽ വന്നിട്ട് ഒരു കൊച്ചു കുട്ടിയോട് ആലുവിനറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയാം. എന്തായാലും ഫോളോവേഴ്സിൽ ഒരുപാട് പേര് കരാമേലായതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലെ കാര്യം കേട്ടാം, കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയാം. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, എനിക്ക് ക്ലിയർ അടിക്കില്ല. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഫുൾ സൈക്കിളാണല്ലോ. ഈ റോഡ് വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മേ
പരിചയമില്ലാത്തതുകൊണ്ട് ഇപ്പം തീർന്നു. ആൾക്കാരൊക്കെ നോക്കണ്ട തന്നെ എന്തുട്ടവൻ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട്. ഓട് വീഡിയോസിൻ്റെ നല്ലൊരു സ്ട്രീറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ട, ഇവിടെ എല്ലാ ബിൽഡിങ്ങുമ്മയും ഇങ്ങനെ ചിത്രങ്ങളുണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ട, ഡോഡ്ജിൻ്റെ ദുരന്തം ഫുൾ നൈസ് കാറുകളായിരിക്കും റോട്ടിൽ. ഇതേ പെട്രോൾ, ഓഡി Q8, GT അല്ലേ ഇത്, ഫോർഡിൻ്റെ അട്രാജ് മാറി കിടക്കട ഗീലി. ദുബായ് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കാർ പണിത നഗരല്ലേ GMCയുടെ ചെറിയ എന്താണാവോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി, ദുബായിലെ ഭംഗി ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രകൃതി ഭംഗിയല്ല. ദുബായിലെ ഭംഗി എന്ന് പറഞ്ഞാൽ ബിൽട്ടാണ്. ഇവർ തന്നെ ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ ഇവർ എടുത്ത് കാണിക്കണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭംഗി ഈ കാറുകളും ഈ ബിൽഡിങ്ങുകളും ഈ അച്ചടക്കും വണ്ടികൾ കിടക്കുന്നതാണ്ട റോഡിൽ കറക്റ്റ് പാർക്കിങ്ങിൽ വരുന്നതാണ്ട ഒരു സാധനം. അതെ ജാഗോർ എന്താ ഒരു തണ്ണി പോലും മേടിക്കാൻ ടെസ്ലൻ ഒരു തണ്ണി പോലും മേടിക്കാൻ ആവതില്ലാത്തവന് ആവതില്ലാണ്ടല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. അതെ ഇതൊക്കെ പാർക്കിങ്ങാണ്. ഇതേ ലെക്സസ് 470 GTA നാട്ടിലെല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള വണ്ടിയല്ലേ GTA. പ്രാഡോ, ടെറിട്ടറി, ലെക്സസ്, കിയ കണ്ട ഒരു പാർക്കിങ്ങിൽ തന്നെ. ടൈഗൂൺ, ലാൻഡ് ക്രൂസർ. കാറുകളെ പറ്റി ഞാൻ പറയണില്ല, നിങ്ങൾക്ക് തന്നെ വീഡിയോകളിൽ കാണാം. അങ്ങനെ കാറുകളുടെ ഒരു അയ്യര് കളി നിങ്ങൾക്ക് തന്നെ കാണാം. ഞാൻ അതിനെ പറ്റി ഇങ്ങനെ വെറുതെ കുറേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഹലോ ബെല്ലില്ലാത്തത് ഭയങ്കര പ്രശ്നം കേട്ടോ. നമുക്ക് ഒരു ബെല്ല് സെറ്റ് ചെയ്യണം. ജെറ്റൂർ ഇതാണ് ഞാൻ പറഞ്ഞത്, T2. ഇവിടെയാണ് ഞാൻ താമസിക്കണത്. നമ്മൾ നേരത്തെ ആക്ച്വലി ആ സ്ഥലം കവർ ചെയ്തു. ഇതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീഡിയോസിലൊക്കെ ഈ സ്ഥലങ്ങൾ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇവിടെയൊക്കെ സ്ഥിരം വരലുണ്ട്. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.